ഈ അടുത്തായിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ സംഘബോധത്തിന് വിള്ളൽ വരുത്തുന്നത് ഇതിൽ തണലനുഭവിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന യൗവനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏറ്റവും ശക്തമായി നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ സംഘബോധമാണ്. അക്ഷരങ്ങൾ സമൂഹത്തിന്റെ വികാസത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന ധർമ്മബോധം അകത്തുള്ള എൻ്റെ യൗവനത്തോട് ഈ ചീനിയുടെ ചോട്ടിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എഴുതുന്നതും പറയുന്നതും സമൂഹത്തിന്റെ സംഘബോധത്തിന് ഉതകുന്നതല്ലെങ്കിൽ കോടിക്കണക്കായ രൂപയുടെ നഷ്ടം സമൂഹത്തിനുണ്ടാക്കുന്നതിനേക്കാൾ വലിയ നഷ്ടമാണ് നിങ്ങൾ സമൂഹത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ എന്ന ഉറച്ച ബോധം നിങ്ങൾക്കുണ്ടാകണം. സാമൂഹികവും സാമ്പത്തികവുമായ വികാസത്തിന് കേരളം ഒരു സംഘബോധത്തിന്റെ കീഴിൽ ഉറച്ചു നിൽപ്പാണ്. മഴയും വെയിലുമേൽക്കാതെ നമുക്ക് നിവർത്തിപ്പിടിക്കാൻ ഒരു കൊടയുണ്ടെങ്കിൽ അത് കൊടപ്പനക്കൽ തന്നെയാണ്. ആ ബാന്ധവത്തിന് ശൈഥില്യമേറ്റുന്ന പ്രക്രിയക്ക് നമ്മൾ ആക്കം കൂട്ടുന്നുവെങ്കിൽ അദ്ദീനു അന്നസീഹ, ഗുണകാംക്ഷ എന്ന് പറയുന്നത് തന്നെയാണ് മതം എന്ന് പറയുന്നത്. അവരെന്ന് നല്ലത് വരട്ടെ എന്ന ചിന്തക്കു പകരം സകലതിനെയും നശിപ്പിക്കാവുന്ന വിധത്തിലുള്ള എഴുത്തും വാക്കുമാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, രാജകീയ പ്രസ്താവനകളെ ഒരുപക്ഷെ തിട്ടൂരം എന്ന് പറയാം, സംഘടനാ നേതാക്കന്മാരുടെ പ്രസ്താവനയെ പ്രസ്താവന എന്ന് വിളിക്കാം, സാധാരണക്കാരന്റെ വർത്താനത്തെ വർത്താൻ എന്ന് പറയാം, റോട്ടുമ്മൽ അതിനേക്കാൾ തരംതാണ് പറയുന്നവന്റെ വർത്താനത്തെ ബഡായി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇങ്ങനെ ബഡായി ആയി വരുന്നത് വാക്കാണ്, പ്രസ്താവനയായി വരുന്നത് വാക്കാണ്, വർത്താനായി വരുന്നത് വാക്കാണ്, വക്താവായി വരുന്നത് വാക്കാണ്, തിട്ടൂരമായി വരുന്നത് വാക്കാണ്, വിജ്ഞാപനമായി വരുന്നതും വാക്കാണ്. നല്ല തലപ്പാവ് ധരിച്ചു വരുന്ന വാക്കുകൾ തുണിയുരിഞ്ഞാണ് വരുന്നതെങ്കിൽ ഏറ്റവും വൃത്തികേടായിരിക്കും അതെന്നാലോചിക്കണം. വാക്കുകൾ തലപ്പാവുള്ളതും അത് തുണിയുരിഞ്ഞ് സഞ്ചരിക്കുന്നതുമാണെങ്കിൽ സമൂഹം നഗ്നമായി പോവുക സ്വാഭാവികമാണ്. വാക്കുകൾ മാന്യമാവുകയും അത് തലക്കെട്ടോടുകൂടി വരികയും ചെയ്താൽ എത്രമേൽ സുന്ദരമായിരിക്കും ഈ സമൂഹത്തിന്റെ സാഹചര്യം എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. പറയുന്ന വാക്കുകളുടെ ഉത്തരവാദിത്തം അത് പറയുന്നവനുള്ളതാണ്. ഫിൽ ജന്നത്തി ഉറഫ, സ്വർഗത്തിൽ നല്ലൊരു മാളികയുണ്ട്, ഒരു റിസോർട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് അടുത്ത് നിന്നിട്ട് ചോദിച്ചല്ലോ, ആർക്കാണ് ആ റിസോർട്ട് കിട്ടുക? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത് അതിന്റെ രത്നങ്ങളെക്കുറിച്ചും അതിലരുവിയെക്കുറിച്ചും അതിനകത്തുള്ള സുഗന്ധത്തെക്കുറിച്ചും. അപ്പോഴും സഹാബിമാർ ജിജ്ഞാസയോടെ ചോദിക്കുന്നുണ്ട്, നബിയെ ഈ റിസോർട്ട് ആർക്കാണ് കിട്ടുക? ഉദിനു മിന്നി സഹാബ, അടുത്തേക്കിരിക്കൂ, സ്വർഗത്തിലെ റിസോർട്ട് കിട്ടുന്നവരെ കുറിച്ച് ഞാൻ പറയാം എന്ന് റസൂലുള്ളാഹി അടുത്തിരുന്ന സഹാബയോട് ജിജ്ഞാസപ്പെടുത്തിയ ശേഷം റസൂലുള്ളാഹി പറഞ്ഞത്, ഫിൽ ജന്നത്തി ഉറഫ ലിമൻ യാ റസൂലല്ലാഹ് ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ നതാബൽ കലാം. വാക്ക് സുഗന്ധമാവുക, സുഗന്ധം പരിസരത്ത് പരിമളം ഉണ്ടാക്കുന്നത് പോലെ അകത്തുള്ളതിനെ അടുത്തുള്ളതിനെ ചേർത്ത് വെക്കാൻ ഉതകുന്ന വാക്കുകൾ ചേർത്ത് വെക്കാൻ. എനിക്ക് എന്റെ മുമ്പിൽ കാണുന്ന നിങ്ങളെയൊക്കെ എന്നോട് ചേർക്കണമെങ്കിൽ മനുഷ്യൻ ബുനിയാൻ കൽ ബുനിയാൻ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്ത്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ യദൈൻ. ഇതൊക്കെ നമ്മൾ വായിക്കുന്നവരാണ്. ചേർക്കാൻ എനിക്ക് കഴിയുന്നത് സിമന്റും ചെളിയും തേച്ച് കല്ലുകളെ ബന്ധിപ്പിക്കാം. മനുഷ്യരെ ചേർക്കണമെങ്കിൽ വാക്കുകൾ തന്നെയാണ്. നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുനയുള്ള വാക്കുകൾ, വെറുപ്പിന്റെ വാക്കുകൾ, അകൽച്ചക്കാക്കം കൂട്ടുന്ന വാക്കുകൾ, അകറ്റിക്കളയുന്ന വാക്കുകൾ വേദിയിൽ നിന്നാകുമ്പോൾ അതിന് എത്രമേൽ പ്രയാസമുണ്ടാകും. ചേർക്കുന്ന വാക്കുകൾ സൗമ്യമായി വരേണ്ടതാണ്. പണ്ഡിത ഭാഷ്യം എന്നുകൂടി ഞാൻ എൻ്റെ മുതഅല്ലിം സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സമൂഹത്തിന്റെ സംഘബോധമാണ് സമ്പദ് വ്യവസ്ഥ എന്ന വലിയ ശാസ്ത്രശാഖയേക്കാൾ സാമൂഹിക ശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത് സംഘബോധമാണ്. സംഘബോധവും സാമ്പത്തിക മെച്ചവും ഉണ്ടെങ്കിൽ സൊസൈറ്റി വികാസം പ്രാപിക്കും. ഞാൻ ഈ പറഞ്ഞു വന്നത് എൻ്റെ സാമൂഹിക സംഘബോധം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി സമ്പത്തിന്റെ കാര്യത്തിലുണ്ട്. അതിന്റെ റിലേഷൻഷിപ്പ് ഭയങ്കര. ചിലപ്പോൾ നിങ്ങൾക്കറിയാം, കച്ചവടക്കാർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയാറുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കല്യാണത്തിനോ അതുപോലെയുള്ള മറ്റു പ്രോഗ്രാമുകൾക്കോ ഇയാളുടെ കുടുംബക്കാരിരിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ സ്നേഹത്തോടെ റിലേഷൻഷിപ്പോടെ ബിസിനസ്സുകാർ ചേർന്നിരിക്കുന്നത് കാണും. ആ ബാന്ധവം ഉഷ്ണശൈത്യകാലങ്ങളിൽ അവരുടെ സഞ്ചാരപഥങ്ങളിൽ, അറബികൾ അനുഭവിച്ച സഞ്ചാരപഥങ്ങളിൽ അവർക്കുണ്ടായ സൗന്ദര്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസത്തിന്റെ സൗന്ദര്യത്തിന്റെ മറ്റൊരു പ്രയോഗമാണ്
അലിഫായി തീർന്നു എന്നത്. ലീലാഫി ഖുറൈശിൻ ലീലാഫിഹിം റിഹ്ലത ശിത്താഇ വസ്സൈഫ്. അറേബ്യൻ വംശത്തെ സഞ്ചാര പദങ്ങൾ അല്ലെങ്കിൽ അവർ താണ്ടി യാത്ര ചെയ്ത റോമും പേർഷ്യയുമൊക്കെ ഒന്നായി തീർന്നു, എന്നിട്ട് അവർ അലിഫായി തീർന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല, മുത്തലിമീങ്ങൾക്ക് എൻ്റെ സഹസ് അതിനൊക്കെ ഗൗരവത്തോടെ ആലോചിക്കാൻ പര്യാപ്തമാണ്. എന്താ പിന്നെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ്? അവരൊന്നായി തീർന്നപ്പോൾ ഒരു മന്ദിരത്തിലേക്ക് തിരിഞ്ഞ് ഒരു നാഥനെ വണങ്ങുന്ന ഒരു ഇമാമിന്റെ പുറകിലെ ഒരു ജനതയായവർ പരിണമിച്ചപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ബൈ പ്രൊഡക്റ്റ് അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. വിശപ്പിൽ നിന്ന് മോചനം, ഭീതിയിൽ നിന്ന് സുരക്ഷിതത്വം, ഭയമില്ലാത്തൊരു ജനത. ഇപ്പൊ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യങ്ങളിൽ അത് ഇസ്രായേലിലേക്ക് നോക്കിയും ഇന്ത്യയിലേക്ക് നോക്കിയും ഉത്തര ദക്ഷിണ കൊറിയകളിലേക്ക് നോക്കിയും ഒരുപക്ഷെ ഹിംസാത്മകമായ മുഖത്തോടെ സാമ്രാജ്യ ശക്തികളെ മുഴുവൻ നോക്കി ഈ ഭീരുത്വത്തെ അല്ലെങ്കിൽ ഭീതിയെ ലോകം മുഴുവനും വിലയിരുത്തുന്നുണ്ട്. സാധാരണ രാജനീതിയെയും സാമൂഹിക വ്യവസ്ഥയും തകർക്കുന്ന വിധത്തിൽ ക്രൂരമായ കൊല ഇസ്രായേൽ അരങ്ങേറുകയാണ്. ഈ സമയം നിങ്ങൾ ആലോചിക്കേണ്ടത് അലിഫായി തീർന്നൊരു വ്യവസ്ഥിതിയെ കുറിച്ചാണ്. യാത്ര പോയപ്പോൾ പരസ്പരം ആ രാജ്യങ്ങൾ കൂടി ചേർന്ന് സമൂഹം ഒന്നായി തീർന്നു. അവർ അലിഫായി തീർന്നാൽ ഉണ്ടാകുന്ന ഗുണം ഖുർആൻ പിന്നെ പറയുന്നത്, ഒന്നായി തീർന്നപ്പോൾ അവരുടെ ഗുണം പറയുന്നത് അത്അമഹും മിൻ ജൂഅ്, വിശപ്പിൽ നിന്ന് ഭക്ഷണം ലഭിക്കുക, വആമനഹും മിൻ ഖൗഫ്, ഭീതിയിൽ നിന്ന് മോചനമുണ്ടാവുക. വർത്തമാന സാമൂഹിക രാഷ്ട്രീയ കാലങ്ങളെ വിലയിരുത്തിയിട്ട് നിങ്ങൾ ആലോചിക്കൂ അലിഫിന്റെ മഹത്വം. അലിഫ് പഠിക്കുന്ന കുട്ടിക്കുണ്ടാകേണ്ടത് ഈ ഗുണം തന്നെയാണ്. അലിഫ് അക്ഷരമായി കയറുന്നുണ്ടാകേണ്ടത് ഈ ഗുണമാണ്. അലിഫ് എന്ന് പറയുന്നത് ഒരു സംഘബോധത്തിന്റെ സംവിധാനമാണ്. ഇതാണ് മദീന ആവിഷ്കരിച്ചത്, ആ പ്രവാസത്തിന്റെ സൗന്ദര്യത്തെ പുറത്തെടുത്തത്. തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വലാ യജിദൂന ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയത്തിൽ ആരാവശ്യവും ബോധ്യമാകുന്നില്ല. മിമ്മാ ഊതു, അവർ കൊടുക്കുന്നത് കണ്ടാൽ. 2000 രൂപ കിട്ടുന്ന പ്രവാസി റൂമും ഭക്ഷണവും കഴിച്ചിട്ട് ബാക്കി 1000 പിടിക്കുമ്പോൾ കുടുംബം പുലർത്തണം, നാട് പുലർത്തണം, പള്ളിയും മദ്രസയും പുലർത്തണം, അവന്റെ ദീനും സമൂഹവും കുടുംബവും അയാൾ പുലർത്തുന്നുണ്ട്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം, സ്വന്തത്തേക്കാൾ അവർ പ്രാധാന്യവും അതിപ്രാധാന്യം അവർ കൽപ്പിക്കുന്നത് അവർ സമൂഹത്തിനാണ്. പ്രവാസത്തിന്റെ ശരിയായ ഒരു ചിത്രത്തെ ഈ സൂറത്തുൽ ഹശ്റിലെ വചനം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, ഈ പ്രവാസികളായ സഹോദരങ്ങൾ മുഹാജിറുകൾ വരുന്നതിന് മുമ്പ് തന്നെ അവർ ഒരുക്കി വെച്ചു നേരത്തെ തന്നെ കുടിയിരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം. എന്നിട്ട് അവർ വിശ്വാസികളായി. ഇനി അവർ പരസ്പരം സഹകരിച്ചു. ഈ കോർപ്പറേഷൻ ഒരു സമൂഹത്തെ അവിടെ രൂപപ്പെടുത്തി. അവഗണിച്ചു വിട്ടാൽ എക്കാലത്തേക്കുമായി അധപ്പതിക്കുമായിരുന്നു മുഹാജിറുകൾ. ഖിയാളിന്റെ ശബ്ദത്തിനോ അവന്റെ സന്ദേശത്തിനോ സൗന്ദര്യം കാണില്ല. എങ്ങാനും വ്യവസ്ഥാപിതമായ ഒരു ജീവിതമാർഗമുണ്ടായാൽ, ചിലപ്പോൾ വൈറൽ ഫീവറിനെ കുറിച്ച് വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ഒരു ഡോക്ടർ സംസാരിച്ചാൽ അതിന് കിട്ടുന്നൊരു വിലയുണ്ട്. ഉസ്താദ് പനിയെക്കുറിച്ച് പറഞ്ഞാൽ അതിന് കിട്ടുന്ന മറ്റൊരു മുഖമുണ്ട്. സാമ്പത്തിക മേഖലയിൽ ഒരു സംവിധാനത്തെക്കുറിച്ച് പള്ളിയിൽ നിന്ന് ഉസ്താദ് പ്രസംഗിച്ചാൽ അതിന് കിട്ടുന്നൊരു വിലയുണ്ട്. പ്രവാസികളായ സമ്പന്നരായ സഹോദരങ്ങൾ ഒരു കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞ് മുന്നിൽ നിന്ന് പിരിവെടുക്കാൻ ശ്രമിച്ചാൽ, പള്ളി കമ്മിറ്റി പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ നാട്ടിലെ പൈസ ഉള്ളവരെ കൂട്ടിയിട്ടാണ് ആദ്യം കമ്മിറ്റി ഉണ്ടാക്കുക. കാരണം എന്തുകൊണ്ട് ചോദിച്ചാൽ, കൊടുക്കുന്നോ ചോദിച്ചാലേ കിട്ടൂ. പിരിവിന് കൊടുക്കുന്നോ പോരണം പിരിവെടുക്കാൻ എന്ന് കമ്മിറ്റിക്കാർ പലപ്പോഴും പറയാറുണ്ട്. വസ്തുത ഇതാണ് എന്നതൊരു സത്യമാണെങ്കിൽ വളരെ വ്യക്തമായി ആലോചിക്കുക. ഈ മുഹാജിറുകളുടെ ശബ്ദം സമൂഹത്തിന് കേൾക്കാവുന്ന വിധത്തിലേക്ക് ഉയർന്നത് മദീനക്കാർ സഹകരിച്ചപ്പോഴാണ്. അവർ സഹകരണ സംഘങ്ങളായി, പരസ്പരം കോർപ്പറേഷനായി എല്ലാം നിലവിൽ വന്നു. പള്ളി വന്നു, പാഠശാല വന്നു, ആതുരാലയങ്ങൾ വന്നു. മുക്കൗക്കിസിന്റെ കൊട്ടാരത്തിൽ പ്രത്യേക വൈദ്യന്മാര് വന്ന് മദീനയുടെ പരിസരങ്ങളിൽ സയ്യിദനാ റസൂലുള്ളാഹി അഡ്മിറ്റ് സൗകര്യത്തോടു കൂടിയ ഹോസ്പിറ്റൽ സംവിധാനിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാം അങ്ങനെ പരസ്പരം ചേർന്ന് നിന്നപ്പോഴാണ് മദീന ഒരു രാഷ്ട്രമായി വികസിക്കുന്നത്. പിന്നെ മദീനയുടെ സന്ദേശത്തിന് ലോകം കാതോർക്കുകയാണ്. കേരളം അങ്ങനെ ഒരു ഹബ്ബായി തീരുന്നുവെങ്കിൽ അതിന് കാരണം ഈ പ്രവാസികളാണ്. ഒപ്പം എൻ്റെ സഹോദരങ്ങൾ ഈ സമൂഹത്തിന്റെ സംഘബോധമാണ്. നമുക്കൊരു കുടക്ക് കീഴിൽ നിന്ന് ഈ സംഘബോധവും അതോടൊപ്പം പ്രവാസത്തിന്റെ സഹകരണവും ചേർത്ത് ഇത്തരത്തിലുള്ള മനോഹരമായ
യൂണിവേഴ്സിറ്റികളെ, അറബിക് കോളേജുകളെ നിർമ്മിച്ചെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ഒറ്റ കാര്യം പറയാം. സൂറത്തുൽ ഹശറിലുണ്ട് ബാക്കി എല്ലാവർക്കും വേണ്ട സന്ദേശം. ഈ ഒരു സംഘബോധത്തെയും സൗന്ദര്യത്തെയും ഏതെങ്കിലും അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഓൻ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം വല്ലദീന ജാഉ മിൻ ബഅദിഹിം. ഇനി സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ, വാട്സപ്പ് എടുക്കുമ്പോൾ, കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അംഗമാകുമ്പോൾ, നിങ്ങൾ അതിലേക്ക് എന്തെങ്കിലും ഒന്ന് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂൻ. അവരൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്താ അവരുടെ പ്രാർത്ഥന? റബ്ബനഗ്ഫിർ ലനാ വലിഖവാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പടച്ചോനെ ഞങ്ങൾക്ക് പൊറുക്കണേ, ഈ പണിയൊക്കെ ഇവിടെ എടുത്ത ഞങ്ങളെ മുൻഗാമികൾക്കും പൊറുക്കണേ. അത് ബാഫക്കി തങ്ങൾക്ക് പൊറുക്കണേ എന്ന് പറയാൻ ഈ ക്യാമ്പസ് ഒരുക്കമാണ്. പൊക്കോയ തങ്ങൾക്ക് പൊറുക്കണേ എന്ന് പറയാൻ, പാണക്കാട്ടുകാർക്ക് പൊറുക്കണേ എന്ന് പറയാൻ, നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന് പൊറുക്കണേ എന്ന് പറയാൻ നമ്മളെപ്പോഴും ഒരുക്കമാണ്. വിഘാതം വരുത്തുന്ന ഒന്നുമില്ലാതിരിക്കലാണ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല. ഈ സംവിധാനങ്ങളോട്, സഹകരണങ്ങളോട്, പാരസ്പര്യത്തോട്, സൗഹൃദത്തോട്, ഒന്നിച്ചു വികാസത്തിനുതകുന്ന ഈ സംവിധാനത്തോട് വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല, ഞങ്ങളെ മനസ്സിൽ ഒരു തകരാറുണ്ടാക്കരുതേ റബ്ബേ. ഗില്ലത്ത് നിങ്ങൾക്ക് നന്നായി അറിയാം ഇത്തരം രോഗങ്ങളെ കുറിച്ച്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല, ഒരു രോഗവും ഞങ്ങളുടെ കൽബിൽ വരുത്തരുതേ എന്ന്. ലില്ലദീന ആമനു, ആ മുൻഗാമികളുടെ പൂർവ്വവികാസങ്ങളുടെ ആ അലിഫിന്റെ മഹാസൗന്ദര്യത്തിന്റെ സംഘബോധത്തിന്റെ ഒന്നിച്ചൊന്നായപ്പോൾ വിശപ്പിൽ നിന്നും അതോടൊപ്പം ഭീതിയിൽ നിന്നും മോചനം വരുത്തിയ മലബാറിന്റെ പൂർവ്വ സൗന്ദര്യത്തെ കുറിച്ച് വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അടച്ചോനെ നീ കാരുണ്യവാനാണല്ലോ എന്ന് അല്ലാഹുവിനോട് ഈ കാരുണ്യത്തെ തേടുന്നു. നാട്ടിലെ ഈ തണലും സംഘബോധവും കുളിരും തണുപ്പും നേതൃ മഹിമയും അല്ലാഹു നിലർത്തി തരുമാറാകട്ടെ. ഉലമാ ഉമറ ബന്ധം അല്ലാഹു തആല നിലർത്തി തരുമാറാകട്ടെ. സമസ്തയും നമ്മുടെ രാഷ്ട്രീയവും പണ്ഡിത നേതൃത്വവും പരസ്പരം സഹകരിച്ചു പോകുന്ന നന്മകൾ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.